പക്ഷെ പുള്ളിക്കാരൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു ലൈക്ക് എന്താ നിൻ്റെ മോൻ എന്തൊരു തവള ചാടിയതുപോലെ ഇരിക്കണം, തവള പോലെ ഇരിക്കണം നിന്നെ കാണാനെന്നൊക്കെ പറഞ്ഞു. ദാറ്റ് കൈൻഡ് ഓഫ് ഹിറ്റ് മീ ഹാർഡ്. ഹായ്, എൻ്റെ പേര് ആനന്ദ് ആൻഡ് വെൽക്കം ടു AV Logs. ദിസ് ഈസ് എപ്പിസോഡ് നമ്പർ 2. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ ഫിറ്റ്നസ് ജേർണി. ഫിറ്റ്നസ് ഇല്ല, പക്ഷെ അതിലോട്ട് എത്തേണ്ട ഒരു ജേർണി. ഈ ജേർണി തുടങ്ങിയത് ഞാൻ വിചാരിച്ചു, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാനിങ്ങനെ വിചാരിച്ചു ഓക്കെ എവിടെ തൊട്ട് പറഞ്ഞു തുടങ്ങാം. ഞാൻ അതാണല്ലോ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞത്, നമ്മളൊരു കാലത്തിൽ കൂടെ ഒരു യാത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ത്രൂ ദി ഇയേഴ്സ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പം ഐ തോട്ട് ഇൻ മൈ മൈൻഡ് ദിസ് ജേർണി സ്റ്റാർട്ടഡ് ഇൻ 2011, എൻ്റെ +2 കഴിഞ്ഞിറങ്ങിയപ്പോൾ. പക്ഷെ കുറച്ചും കൂടെ ആലോചിച്ചു, ഞാൻ എൻ്റെ പഴയ കുറച്ച് ഫോട്ടോസൊക്കെ റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതല്ല, ഇറ്റ് സ്റ്റാർട്ടഡ് വേ ബിഫോർ 2007 ഓം ശാന്തി ഓം റിലീസ് ചെയ്യണ സമയം. ഞാൻ അതുവരെ ഒരു ഹിന്ദി പടം പോലും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അങ്ങനെ ഹിന്ദി പടങ്ങൾ കാണാറില്ല. ആദ്യമായിട്ട് ഹിന്ദി പടം തിയേറ്ററിൽ പോയി കണ്ട്. എനിക്ക് ഒരു വക കഥയൊന്നും ഡയലോഗൊന്നും മനസ്സിലായില്ല, പക്ഷേ എന്നാലും ഒരു കാര്യം മനസ്സിലായി, 6 പാക്ക്. ഷാറൂഖ് ഖാൻ ആദ്യമായിട്ട് 6 പാക്കുമായിട്ട് വന്ന സിനിമ അതാണെന്ന് തോന്നുന്നു. യെസ്, അത് കണ്ട് പ്രാന്തായി, എനിക്ക് 6 പാക്ക് വേണം. ഞാൻ നേരെ ഓടി എൻ്റെ ഏറ്റവും അറിവുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, അളിയാ എങ്ങനെ 6 പാക്ക് വരുത്തും. പിന്നെ അവൻ്റെ ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ലൈക്ക് അതിങ്ങനെ കോറിന് എക്സസൈസ് ചെയ്യണം, ക്രഞ്ചസ് അതുപോലത്തുള്ള 2-3 എക്സസൈസ് പറഞ്ഞു കൊടുത്തു. ഇവ ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അളിയ വേറെ ഒന്നും ചെയ്യേണ്ട, കോർ എക്സസൈസ് മാത്രം ചെയ്യുക, അതായത് ക്രഞ്ചസും പിന്നെ ലെഗ് റൈസും പിന്നെ ബൈസൈക്കിൾ കിക്കും ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഇത് മാത്രം. അങ്ങനെ എനിക്കും കിട്ടി 6 പാക്ക്. സത്യമായിട്ടും വേണമെങ്കിൽ നിങ്ങൾ ഈ ഫോട്ടോ നോക്ക്, സൂക്ഷിച്ച് നോക്കണം. ലൈക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് 6 പാക്ക് ഉണ്ട്. അങ്ങനെ 6 പാക്ക് കിട്ടി. ഇനി അടുത്തത് എന്ത്? അപ്പോൾ ഇനി നമുക്ക് ഓരോ ബോഡി പാർട്സ് ആയിട്ട് നമുക്ക് കുറച്ച് ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്. +2 കഴിഞ്ഞിട്ട് മണക്കാട് MS ജിമ്മിലാണ് ഞാനും എൻ്റെ കസിൻ ചേട്ടനും കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനും കസിൻ ചേട്ടനും കൂടെ അവിടെ ഒരു വൈകുന്നേരം 6 മണിയായപ്പം അവിടെ ചെന്നു നമ്മളിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ട്രെയിനർ ചേട്ടൻ ഓപ്പോസിറ്റിലിരുന്ന് നമ്മുടെ പേരൊക്കെ ഒരു രജിസ്റ്ററിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ചേട്ടൻ കാഷ്വൽ കോൺവെർസേഷൻ പോലെ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു, ചേട്ടാ നിങ്ങളുടെ ഗോൾസ് എന്താണ്, ലൈക്ക് നിങ്ങൾ എന്തിനാണ് ജിമ്മിൽ വന്നത്, അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ എൻ്റെ കസിൻ ചേട്ടനെ നോക്കി. അപ്പോൾ കസിൻ ചേട്ടൻ ഇങ്ങനെ കാണിച്ചു, നീ വിളിച്ചോണ്ടല്ലേ ഞാൻ വന്നതെന്നു, അതാണ് അവൻ്റെ ഗോള്. അപ്പം ഞാനിങ്ങനെ അവിടെ മൊത്തം ഇങ്ങനെ റൂം മൊത്തം നോക്കിയപ്പോൾ ഞാൻ ഒരു ഫോട്ടോ കണ്ടു. ആ ഫോട്ടോ കണ്ടിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇതുപോലെയൊന്നും ആവണ്ട, ഇതൊക്കെ ഭയങ്കര ഓവറല്ലേ, ഇത്രയും മസിലൊന്നും വേണ്ട. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞെട്ടി എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് അതുപോലെ ആവണ്ട. അപ്പോൾ അതുപോലെ ആവണ്ടെങ്കിൽ ആ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷാൽ ജെ കട്ട്ലറിൻ്റെ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ ഈ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞു, ഇതുപോലെ ഒന്നും ആവണ്ട. അപ്പം ഞാൻ മനസ്സിൽ നിനക്ക് ഇതുപോലെ ആവണം, അപ്പോൾ കുറച്ച് ടഫ് എക്സസൈസസ് വേണം, അപ്പം നിനക്ക് ലൈറ്റ് എക്സസൈസ് മതി, അപ്പം നിനക്ക് ആരെ പോലെ ആവണം. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കസിൻ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ നമ്മളിങ്ങനെ കുറച്ച് ഡാൻസൊക്കെ കളിക്കുന്ന പിള്ളേരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ട്രെയിനർ ചേട്ടൻ, അപ്പോൾ ഋത്തിക് റോഷൻ്റെ ഒരു ബോഡി ടൈപ്പ് മതിയായിരിക്കുമല്ലോ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഋത്തിക് റോഷൻ അല്ലെങ്കിൽ അല്ലു അർജുൻ, അന്ന് ഹീറോ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ ഒരു സമയമായിരുന്നു അല്ലു അർജുൻ്റെ, അതുപോലെയൊക്കെ മതിയായിരിക്കുന്നു. അപ്പോൾ ചേട്ടൻ പോയി പുഷപ്പെടും ആദ്യമായിട്ട് പുഷപ്പെടും. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ജിം എക്സ്പീരിയൻസ്, MS ജിമ്മിൽ. പിന്നെ തകർത്ത് എക്സസൈസ്. ഒരാഴ്ചയിൽ ആദ്യത്തെ തിങ്കളും ചൊവ്വയും പോവും, പിന്നെ ഒരു 3 മാസത്തേക്ക് തിരിഞ്ഞു നോക്കൂല, പിന്നെയും തിങ്കളും ചൊവ്വയും പോവും, പിന്നെ ഒരു 3 മാസത്തേക്കും തിരിഞ്ഞു നോക്കൂല. പിന്നെ പ്രീ വർക്കൗട്ട് മീൽസ് വാസ് എക്സംപ്ലറി. പ്രീ വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിക് ഏത്തപ്പഴം കട്ടൻ ചായ, അത് കുടിച്ചിട്ട് പോകുമ്പോൾ ഒരു എക്സ്പ്ലോസീവ് എനർജിയാണ്. മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പൊട്ടാഷ്യം ഓഫ് ദി ഏത്തപ്പഴം, ഐ ഡോണ്ട് നോ. പിന്നെ ഒരു മാസ് പ്രീ വർക്കൗട്ട് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഈ ബേക്കറിയിലൊക്കെ 15 രൂപയ്ക്ക് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് ഒരു ഇത്തിപ്പോരം വരണ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വെച്ചേക്കായിരുന്നു. ഇത് കഴിച്ചിട്ട് നമ്മൾ ജിമ്മിൽ പോയിട്ടുണ്ട്. ആഞ്ജനേയ സ്വാമി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കമലേശ്വരത്തുനിന്ന് അങ്ങോട്ട് പോകുമ്പം അമ്പലത്തറ ഭാഗത്തായിട്ട് വിന്നർലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ജിം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ജിം അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു, അഖിൽ എന്ന് പറഞ്ഞിട്ട്. ഐ തിങ്ക് ഹി ഹാസ് ഹിസ് ഓൺ ജിം റൈറ്റ് നൗ. പുള്ളി ഇപ്പം കുറച്ച് സീരിയൽസിലൊക്കെ അഭിനയിക്കുന്നൊക്കെ ഉണ്ട്. പുള്ളി നല്ല സൂപ്പർ ട്രെയിനർ ആയിരുന്നു. ഹി വാസ് റിയലി ഫൺ ടു ട്രെയിൻ വിത്ത്. പുള്ളിക്കാരനാണ് എന്നെ കൊണ്ട് സൂപ്പർ സെറ്റ്സ് ഒക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. പുള്ളിയുടെ
പുള്ളി എനിക്കൊന്ന് ആ സമയത്ത് അതായത് വൺ പഞ്ച് മാൻ ഇറങ്ങുന്നതിന് മുമ്പ് വൺ പഞ്ച് മാനിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടൊരു ട്രെയിനറായിരുന്നു. അതായത് വന്നു കഴിഞ്ഞാൽ 100 പുഷപ്പ് 100 സിറ്റപ്പ്. ഇത് ഞാൻ എപ്പോൾ എടുക്കും എന്നുള്ളതൊക്കെയല്ല, നീ സൗകര്യം പോലെ എടുത്തോ, പക്ഷേ ഇന്ന് പോണതിന് മുമ്പ് 100 പുഷപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകണം. ദൈവമേ, ഞാൻ അവിടെ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. പിന്നെ അന്നത്തെ പോലത്തെ നമ്മുടെ മറ്റേ ക്ലാസിക് ജിം പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. തും ഹി ഹോ, പിന്നെ മറ്റേ തൊട്ട് തൊട്ട് ഒന്ന് നോക്കാമോ എന്ന്, പിന്നെ മറ്റേ ഹേ ഐ ആം ഫൺ റണ്ണിങ്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് വിന്നർലാൻഡിലും ഇൻകൺസിസ്റ്റൻസീസ് എന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബാക്ക് ടു 2015 2016 ഒക്കെ ആയപ്പോൾ വേറൊരു ജിമ്മിൽ ജോയിൻ ചെയ്തു, പവർ ജിം. വർഷം ഐ തിങ്ക് 12,000 രൂപ എങ്ങാണ്ടാണ് കൊടുക്കേണ്ടത്. ഇത് അമ്മയുടെ ഫ്രണ്ട് എനിക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത്, പുള്ളിക്കാരി കൊടുത്തു, ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ സോ ഐ വാസ് ലൈക്ക് ഓക്കെ ഡ്യൂഡ്, സംബഡി എൽസ് ഇൻവെസ്റ്റഡ് മണി ഇൻ യു, സോ യു ഗാറ ഷോ അപ്പ്, യു ഗാറ ബി കൺസിസ്റ്റൻറ്റ്. അങ്ങനെ പവർ ജിമ്മിൽ പോയി പിന്നെ കല്യാണത്തിൻ്റെ ടൈമൊക്കെ ആയപ്പം അവിടെ പോണതും പതുക്കെ നിന്നു. കല്യാണം കഴിഞ്ഞപ്പം പിന്നെ ആ ഒരു വർഷത്തെ ആൻറ്റി അടച്ച പൈസ തീർന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പൈസ അടയ്ക്കാനില്ല, അതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കൈമനത്തൊരു ജിമ്മിൽ ജോയിൻ ചെയ്തു. അവിടെയും എഗെയിൻ ഈ ഇൻകൺസിസ്റ്റൻസീസ് തന്നെ പൊക്കോണ്ടിരിക്കുന്നത് മൊത്തം. 2019-20 ആയപ്പോൾ ഞങ്ങൾ കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. ആ സമയത്ത് വന്ന് കയറിയ ആ ഒരു ടൈം ഫ്രെയിമിൽ ഞാൻ കൂടുതലും ചെയ്ത ജോലി എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ് വാക്കിംഗ്. സോ അതുകൊണ്ടും ലൈക്ക് ഐ കുഡ് ഗെറ്റ് മൈ സ്റ്റെപ്സ് ഇൻ കൺസിസ്റ്റൻ്റ്ലി. വേറെ വർക്കൗട്ടൊന്നും ചെയ്യില്ലായിരുന്നു, ഹോം വർക്കൗട്ടില്ല. ഇവിടുത്തെ ജിം സെറ്റപ്പ് എങ്ങനെയാണെന്ന് ഞാൻ അറിയത്തുമില്ലായിരുന്നു ആ സമയത്ത്. ഞാനത് ഐ നെവർ ബോതേർഡ് ടു ചെക്ക് ഇറ്റ് ഔട്ട് ഓൾസോ. അപ്പോൾ അത് പ്രശ്നമല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഇരുന്ന് ചെയ്യുന്നൊരു ജോലിയിലോട്ട് ഞാൻ മാറിയപ്പോൾ, അതിലോട്ടൊരു ട്രാൻസിഷൻ ചെയ്തപ്പോഴാണ് എൻ്റെ ബോഡിയിൽ വന്ന ചേഞ്ചസ്, ഫിസിക്കൽ ചേഞ്ചസ് ഞാൻ പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. കൂടുതലും മനസ്സിലാക്കാൻ തുടങ്ങിയത് നമ്മുടെ ഫോട്ടോസ് തന്നെ നമുക്ക് തിരിച്ച് കാണുമ്പോഴാണ്. ലൈക്ക് ദിസ് ഫോട്ടോ, ഈ ഫോട്ടോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കവിൾ ഒരുപാട് ചാടി, വയറൊരുപാട് വെച്ചു. മോർ ദാൻ ഫിസിക്കൽ അപ്പിയറൻസ്, ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് കയറാൻ പറ്റുന്നില്ല. കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സോഷൻ സംഭവിക്കുന്നു, അണയ്ക്കുന്നു. കൂർക്കം വലി വാസ് ഇറ്റ് അറ്റ് ഇറ്റ്സ് മാക്സിമം. ഐ വാസ് ഫീലിംഗ് ലൈക്ക് ലെസ് കോൺഫിഡൻറ്റ്. ഞാൻ ഫോട്ടോസ് എടുക്കുന്നത് കംപ്ലീറ്റ്ലി നിർത്തി. ഞാൻ ബാക്കിയും കൂടെ പറയുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ ഇവിടെ പറഞ്ഞോട്ടെ. ഐ എം നോട്ട് എ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ. ഐ എം നോട്ട് ഇൻഫ്ലുവൻസിങ് എനി വൺ. ഐ എം നോട്ട് സേയിങ് ദിസ് ഇസ് വാട്ട് ഐ ഡിഡ് ടു റിഡീം മൈസെൽഫ്. നോ, I am on a path to redeem myself, but please don't get influenced by this journey, because this is my own journey, and whatever I did worked for me may not work for anybody else. Back to the story. പക്ഷേ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുന്നതല്ലാതെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടുന്നില്ല. ഞാൻ ആ സമയത്താണ് തിരിച്ച് നാട്ടിലോട്ട് പോയത്. 2022-ലാണ് കാനഡയിൽ വന്ന് 3 വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകുന്നു. നാട്ടിലോട്ട് പോയപ്പോൾ എനിക്ക് ഫുൾ താടി ഉണ്ടായിരുന്നു. പിന്നെ താടി പതുക്കെ ട്രാൻസിഷനായി മീശ മാത്രമായി 2-ാമത്തെ ആഴ്ച. 3-ാമത്തെ ആഴ്ച ആയപ്പം ഞാനത് മൊത്തം എടുത്തു കളഞ്ഞു, മൊത്തം ഒരു സ്റ്റബിള് മാത്രം വെച്ചു. അപ്പോഴാണ് എൻ്റെ വൺ ഓഫ് മൈ റിലേറ്റീവ്സ് കാണാൻ വന്നത്. അപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് ഒരു പുള്ളി കാണാൻ വന്ന് അവിടെ ഇരുന്ന്, പുള്ളി ഭയങ്കര ഇന്നസെൻ്റ് അറ്റ് ഹാർട്ടാണ്. ലൈക്ക് പുള്ളിക്കാരൻ മനസ്സിൽ തോന്നുന്നത് അങ്ങ് പറയും, ലൈക്ക് ഇറ്റ്സ് നോട്ട് ഹിസ് മിസ്റ്റേക്ക്. പക്ഷേ പുള്ളിക്കാരൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ലൈക്ക് എന്താ പറയുക, നിൻ്റെ മോൻ എന്തൊരു തവള ചാടിയത് പോലെ ഇരിക്കണം, തവള പോലെ ഇരിക്കണം നിന്നെ കാണാനെന്നൊക്കെ പറഞ്ഞു. ദാറ്റ് കൈൻഡ് ഓഫ് ഹിറ്റ് മീ ഹാർഡ്. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ടൈം ടു ഗെറ്റ് ബാക്ക് ഇൻ ട്രാക്ക്. തിരിച്ച് കാനഡയിലോട്ട് വന്നു. ഇവിടുത്തെ ജിം ഓപ്ഷൻസ് നോക്കി. എഗെയിൻ വിടാതെ പിന്തുടരുന്ന സാധനം കൺസിസ്റ്റൻസി. ഞാനും മിസ്റ്റർ അനന്തു നാഗേന്ദ്രനും, ഈ മിസ്റ്റർ അനന്തു നാഗേന്ദ്രൻ കുറേ എൻ്റെ സ്റ്റോറീസിൽ ക്യാമിയോ അപ്പിയറൻസസ് ഉള്ളൊരു മനുഷ്യനാണ്. ഞാനും അവനും കൂടെ നല്ല വില കൂടിയൊരു ജിമ്മുണ്ട് ഇവിടെ, ഗുഡ് ലൈഫ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയി എഗെയിൻ ഇൻകൺസിസ്റ്റൻസീസ്, നമ്മളവിടെ പോകുന്നു നിർത്തി. പിന്നെ ഫിറ്റ് ഫോർ ലെസ് എന്ന് പറഞ്ഞിട്ടൊരു ജിമ്മിൽ പോയി, ക്രഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ജിമ്മിൽ പോയി. അങ്ങനെ എഗെയിൻ ഐ റിപ്പീറ്റഡ് മൈ സാഗ ഓഫ് കളക്ടിങ് ജിം കാർഡ്സ് ഫ്രം ബാക്ക് ഇൻ ഇന്ത്യ. അതിവിടെ കാനഡയിൽ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ ജിം കാർഡ്സ്. അങ്ങനെ ഇങ്ങനെ പോയി 2026 വന്നു. 2026 ഈ വർഷം, എല്ലാം ഈ വർഷമാണല്ലോ നിനക്ക് റെവലേഷൻ സംഭവിക്കുന്നത്. ഐ ഡോണ്ട് നോ, ലൈക്ക് എവറിത്തിങ് ദ സ്റ്റാർസ് അലൈൻഡ് ദിസ് ഇയർ. ഐ ഡോണ്ട് നോ, മേ ബി ഇറ്റ് ഡിഡ്. അപ്പം 2026 എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2026 മാർച്ചിൽ ഞങ്ങൾക്ക് നാട്ടിലോട്ട് പോകേണ്ടി വന്നു. അപ്പം നാട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞ് ഫസ്റ്റ് ആലോചിച്ചപ്പം എൻ്റെ മനസ്സിൽ വന്ന കമൻറ്റ്, എന്തുവാണ് ഇവനെ കാണാൻ തവളെ പോലെ ഇരിക്കണമല്ലോ, ആ ഒരു കമൻറ്റാണ് മനസ്സിൽ വന്നത്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, അങ്ങനെ ഈ പുള്ളി ഇനി എന്നെ നോക്കി പറയരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഐ വാസ് ലൈക്ക് ഓക്കെ, ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഓപ്ഷൻസൊക്കെ നോക്കി. അപ്പം ആ സമയത്ത് ഇവിടെ ഈ ഒരു
ജാനുവരി ഫെബ്രുവരി മാസങ്ങളെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫ്ലൂ ഇൻഫ്ലുവൻസ ചുറ്റി നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഫ്ലൂ ഒക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ട്രിപ്പ് മൊത്തം കൊളാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയില്ല. പകരം ഹോം വർക്കൗട്ട്. മൈ ഗായ് മിസ്റ്റർ അനന്തു നാഗേന്ദ്രൻ, അവൻ പറഞ്ഞു, അളിയ ടേക്ക് ലൈക്ക് 3 days. ആ 3 days നീ പുഷപ്പ് ചെയ്യ്, സിറ്റപ്പ് ചെയ്യ്, പ്ലാങ്ക് ചെയ്യ്, ലൈക്ക് ഒരു ചെറിയ 2 ഡംബൽസ് വാങ്ങിച്ചിട്ട് ഷോൾഡർ എക്സസൈസ് ചെയ്യ്, ബൈസെപ്സ് ചെയ്യ്, ട്രൈസെപ്സ് ചെയ്യ്. നിനക്ക് ജസ്റ്റ് മൂവ് കൺസിസ്റ്റൻ്റ്ലി ഫോർ ദോസ് 3 days. നിന്നെക്കൊണ്ട് പറ്റും എന്ന് പറഞ്ഞു. അപാര മോട്ടിവേഷനാണ് ഈ മനുഷ്യൻ. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റാർട്ടഡ് ഡൂയിങ് ലൈക്ക് ഹോം വർക്കൗട്ട്സ്. ഓഫീസിൽ നിന്ന് വന്ന ഉടനെ ഒരു യോഗ മാറ്റ് എടുത്ത് വിരിച്ചിട്ട് ഓരോ എക്സസൈസ്, ഇൻക്ലൈൻഡ് പുഷപ്പ്സ്, കൂടുതലും ബോഡി വെയ്റ്റ് എക്സസൈസ് ആയിരുന്നു. പതുക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, ഐ എം ഗെറ്റിംഗ് മൈ ഷോൾഡേഴ്സ് ബാക്ക്, ഐ എം ഗെറ്റിംഗ് മൈ ചെസ്റ്റ് ബാക്ക്, ഐ എം ഗെറ്റിംഗ് മൈ എൻ്റെ വയറ് കുറച്ച് അകത്തോട്ട് പോകുന്നുണ്ട്. ഐ വാസ് ലൈക്ക് okay. I did that for 3 weeks. I didn't get into the best shape ever. It doesn't happen like that. No, it doesn't happen like that in real life. But yeah, I did my best. I went back to India. കണ്ടവരൊക്കെ പറഞ്ഞു കുറച്ച് തവള ചാടിയതുപോലുണ്ട്, പക്ഷെ പഴയതത്ര ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ തിരിച്ചു വന്നു ഞാനൊരു തീരുമാനം എടുത്തു. ലൈക്ക് ഐ ഹാവ് ടു ഗോ ടു ജിം കൺസിസ്റ്റൻ്റ്ലി. ആൻഡ് ഐ സ്റ്റാർട്ടഡ് മൈ ഫിറ്റ്നസ് ജേർണി. ഞാൻ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞു, ഞാൻ റീസ്റ്റാർട്ടഡ് എന്ന് ഇവിടെ പറയുന്നില്ല, റീസ്റ്റാർട്ടഡ്, റിന്യൂഡ് ഒന്നും പറയുന്നില്ല. സ്റ്റാർട്ടഡ് ബിക്കോസ് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം ഡൂയിങ് ദിസ് കൺസിസ്റ്റൻ്റ്ലി. അപ്പോൾ ഞാനത് ലൈക്ക് 1 മാസം മുമ്പ് തുടങ്ങി. 1 മാസം മുമ്പ് എൻ്റെ വെയിറ്റ് വന്നിട്ട് 83 kgs ആയിരുന്നു. 1 മാസം ഫുൾ ഞാൻ വർക്കൗട്ട് ചെയ്തു. എൻ്റെ വെയിറ്റ് വെൻറ്റ് ഡൗൺ ടു 78 kgs. ഐ സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ക്ലീൻ. ഐ സ്റ്റാർട്ടഡ് റിലൈങ് ലെസ് ഓൺ ലൈക്ക് ജങ്ക് ഫുഡ്സ്. കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 3 ദിവസം എടുത്തു ആഴ്ചയിൽ. 3 ദിവസം അപ്പർ ലോവർ ലെഗ്സ് ആൻഡ് കോർ ചെയ്യാൻ തുടങ്ങി. നമ്മൾ പണ്ട് ഈ മഹാഭാരതം സീരിയൽ കാണുമ്പോൾ ഏറ്റവും അവസാനം എഴുതി കാണിക്കുന്ന ഒരു സാധനമുണ്ട്, സാരാംശം എന്ന് പറഞ്ഞിട്ട്. ആ ഒരു അന്നത്തെ കഥയുടെ ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി എന്നുള്ള രീതിയിൽ, മോറൽ ഓഫ് ദ സ്റ്റോറി ആയിട്ടല്ല പറയുന്നത്. പക്ഷേ എൻ്റെ ഈ ഒരു ചാനലിൻ്റെ ഒരു പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് എൻ്റെ സ്റ്റോറീസ് ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കിതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. അല്ലെങ്കിൽ അവർക്കും തോന്നണം ലൈക്ക് ഐ എം നോട്ട് ദ ഓൺലി വൺ ഇൻ ദിസ് വേൾഡ് ഫീലിംഗ് ദിസ് വേ എന്നുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഗൈസ്, ഇഫ് യു ആർ ഹെസിറ്റൻറ്റ് ടു സ്റ്റാർട്ട്, ജസ്റ്റ് സ്റ്റാർട്ട് സംവെയർ ആൻഡ് ബേബി സ്റ്റെപ്സ്. ആദ്യം ഇപ്പം ഞാൻ അടുത്ത 1 മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്യും, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻ മൈ കേസ് ലൈക്ക് റൈറ്റ് നൗ ഞാൻ അടുത്ത 1 മാസത്തേക്ക് ജിമ്മിൽ പോകും എന്നുള്ളതല്ല. അടുത്ത ദിവസം നീ ജിമ്മിൽ പോവുമോ? അടുത്ത ദിവസം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഗുഡ്, ഡേ 1 ഗുഡ്. അടുത്ത ദിവസം പോകുമോ? ഡേ 2, അതിൻ്റെ അടുത്ത ദിവസം പോകുമോ? ഒരാഴ്ച ചെയ്യാൻ പറ്റുമോ? 2 ആഴ്ച ചെയ്യാൻ പറ്റുമോ? ബേബി സ്റ്റെപ്സ് അക്യുമുലേറ്റ് ചെയ്ത് അതൊരു കൺസിസ്റ്റൻസി ബിഹേവിയർ ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ that would be really helpful in your life, and that would change your life in ways that you can't imagine. So കുറച്ച് മോട്ടിവേഷൻ കൂടിപ്പോയി. I will try to dial it down. Till we meet next time, this is AV Logs.